കളഞ്ഞു പോയാ? കളഞ്ഞു പോയെങ്കിൽ ഞാൻ നോക്കി എടുത്തോളാം. സാറിന്റെ സഹായം വേണ്ട. കളഞ്ഞുപോയി. സോറി. ഇവിടെ നിൽക്കുക. ഞാനൊരു എഴുതാപാതയാ. എന്നെ മാനം കെടുത്തി തോൽപ്പിക്കാന്നുള്ള ആശ മനസ്സിൽ വെച്ചേക്കും. ഇനി എന്ത് വന്നാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നിങ്ങൾക്ക് തറവാട്ട് വക സ്വത്ത് കിട്ടിയ എന്റെ വീട്. എന്റെ അച്ഛൻ ആർത്തി ഓഫീസിൽ ക്ലർക്കായിരുന്ന സമയത്ത് എന്ത് കുന്തായാലും ശരി, താനല്ലേ പറഞ്ഞത് കേസ് കൊടുക്കുന്നു? എനിക്ക് കേസ് കൊടുക്കാൻ മനസ്സില്ല. എല്ലാത്തിനും കണ്ടക്ടറിന്റെ വിലക്കാരനാ. ബസ്സിനകത്താണോ ഗുസ്തി? താൻ പോണോ? ഒരു ഹൗസ് ഓണറിന്റെ പ്രോഗ്രാം ഉണ്ടാക്കുന്നത് ഇയാളെന്നെ ഉപദ്രവിക്കുന്നു. ആഹാ. കണ്ടക്ടർ വണ്ടി എടുത്ത് ഇലവിലാതി പിടിച്ച് പുറത്താക്ക്. നിന്റെ മറ്റൊരാളോ? എന്നെ അടിക്കേ. സാർ ഞാൻ രാജേന്ദ്ര റാസ്കൽ നടുറോട്ടിലാണോടാ തല്ലുമകളും? എടാ രാജേന്ദ്ര കേരള ജീപ്പില്. നിനക്ക് എന്നെ മനസ്സിലായില്ലടാ. എടാ നമ്മൾ SMS സ്കൂളിൽ ഒന്നിച്ചാ. ഇറങ്ങി വരണം. സ്റ്റേഷനിലേക്ക് പോയിക്കോളൂ, ഞാൻ വന്നേക്കാം. വരണം. വരൂ. നടുറോട്ട് കിടന്ന് തല്ലുണ്ടാക്കിയതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ? 10 കൊല്ലം ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരൻ പരിചയഭാവം പോലും കാണിക്കാത്തതിനേക്കാളും വലിയ ശിക്ഷയുണ്ടോ? പരിചയഭാവം കാണിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാടിലല്ലോ നിന്നെ ഞാൻ കണ്ടത്. പരിചയമില്ലാത്ത ആളായിരുന്നെങ്കിൽ അപ്പൊ തന്നെ എന്റെ കൈയിന്റെ ചൂട് നീ അറിഞ്ഞനെ. പിന്നെ ഇപ്പൊ തല്ലടാ അല്ലേ? വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കണ്ടപ്പം നീ എന്നെ റാസ്കൽ എന്ന് വിളിച്ചതിനേക്കാളും വലിയ ചൂടൊന്നുമില്ലല്ലോ നിന്റെ തല്ലിന്. ഗോപാലകൃഷ്ണ, ഞാൻ ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. എന്നുവെച്ചാൽ മനുഷ്യത്വം ഇല്ലാത്തവനെന്ന് അർത്ഥമുണ്ടോ? ഉണ്ട്. എനിക്ക് മനുഷ്യത്വത്തെക്കാൾ പ്രധാനം സത്യവും നീതിയുമാണ്. ഈ കാക്കിക്കുപ്പായത്തോട് എനിക്ക് വലിയ കടപ്പാടുണ്ടടാ. വായിരിക്ക്. വേണ്ട, ഞാൻ പോവാ. വീണ്ടും നീ എന്നെ റാസ്കൽ എന്ന് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ പോവാ. ഇരിക്കാൻ പറഞ്ഞത് SI അല്ല, നിന്റെ പഴയ സതീർത്ഥൻ രാജേന്ദ്രനാണ്. ഒരാളെ തന്നെ 2 ആളായി കാണാനുള്ള വിദ്യയൊന്നും എനിക്ക് വശമില്ല. വായിരിക്ക്. ഇരിക്കാൻ. കോട്ടപ്പള്ളി സുലൈമാൻ എന്നൊരാളെ കേട്ടിട്ടുണ്ടോ? ഇല്ല. നഗരത്തെ കിടുകിടാ വറപ്പിച്ചിരുന്ന ഒരു ഗുണ്ട, ഘനഗംഭീരൻ, അഭ്യാസി, ഇവിടുത്തെ പണച്ചാക്കുകളുടെ കൊടാലിക്കൈ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇഷ്ടതോഴൻ. ചാർജ് എടുത്തതിന്റെ 3-ാം ദിവസം ഐതിഹാസികമായ ഒരു സംഘടനത്തിലൂടെ ഞാൻ അവനെ തറപറ്റിച്ചു. അവിടുന്ന് അങ്ങോട്ട് എന്റെ ജൈത്രയാത്രയായിരുന്നു. എലിമെന്ററി സ്കൂളിൽ മൂക്കൾ ഒലിപ്പിച്ച് നടന്നിരുന്ന ആ പഴയ എല്ലുന്ത്യ രാജേന്ദ്രനിൽ നിന്നും ഈ നിൽക്കുന്ന SI രാജേന്ദ്രനിലേക്കുള്ള പ്രയാണം സംഭവബഹുലമായിരുന്നു. എനിക്കിന്ന് മൃദുലവികാരങ്ങളില്ല, മനുഷ്യത്വം തീരെയില്ല. കുറ്റവാളികളെ കടിച്ചു കീറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാനിന്ന്. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഇവിടെയാണോ താമസം? അതെ. തനിച്ചാണോ? കല്യാണം ഒന്നും കഴിച്ചില്ലേ? കല്യാണം ഈ ജീവിതത്തിൽ അതുണ്ടാവില്ല. അതെന്താ? ഗോപാലകൃഷ്ണ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സന്യാസിയാണ്. സന്യാസി ആത്മീയതക്കായി സ്വയം അർപ്പിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നു. സത്യവും നീതിയുമാണ് എന്റെ ഭാര്യ.
ഏതെങ്കിലും ഒരു പീറ പെണ്ണിന്റെ മുമ്പിൽ അടിവറക്കാനുള്ളതല്ല ഈ ജീവിതം. നീയാളൊരു മഹാനായി മാറി. അതെ. ഇനി പറയൂ, എന്തിനാണ് നീ റോഡിൽ വെച്ച് തല്ലുണ്ടാക്കിയത്? പറയാം. നിന്റെ ഡിപ്പാർട്ട്മെന്റിനെ ഒരാൾ അപമാനിക്കാൻ ശ്രമിച്ചു. ആരാലും ഞാൻ വിടില്ല. അടങ്ങ് ഞാൻ പറയാം. വേഗം പറയൂ. അത് പിന്നെ എന്റെ ഒരു വീട് ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരുന്നു. അവര് വാടക എന്നവര് കറക്റ്റായിട്ട് ആയിരുന്നില്ല. ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങുന്നില്ല. ഒടുവിൽ ഞാൻ അവരോട് പറഞ്ഞു പിന്നെ പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്നു. അപ്പൊ അവിടുത്തെ ആ സ്ത്രീയും മകളും എന്നോട് പറയാ പിന്നെ അവര് പറയാ പിന്നെ പോലീസിനെ അവർക്ക് പേടിയില്ല, ഇവിടുത്തെ എസ് ഒരു കിഴങ്ങനാണ്, അയാൾ വിചാരിച്ച ഒരു പുല്ലും ചെയ്യില്ല. സ്റ്റോപ്പ്. മതി ഗോപാലകൃഷ്ണ, മതി. എനിക്കിപ്പോ അവരെ കാണണം. എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. പുറപ്പെട്. ഡിപ്പാർട്ട്മെന്റിനെ അപമാനിച്ചാരാണ്? പോലീസ് പുല്ലാണെന്ന് പറഞ്ഞാരാണ്? എന്തേ ഇങ്ങോട്ട് ഇറങ്ങിയേക്കാൻ. നിങ്ങളാണോ പോലീസ് പുല്ലാണെന്ന് പറഞ്ഞത്? നിങ്ങളാണോ പോലീസ് പുല്ലാണെന്ന് പറഞ്ഞത്? എനിക്ക് നീതി വേണം. വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി. നമുക്ക് പിന്നീട് തല്ലാം. അപ്പൊ എനിക്ക് ടൈം ഉണ്ടാവില്ല. എനിക്ക് ഇപ്പൊ തല്ലണം. വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി. മതിയോ? ഇപ്പൊ അങ്ങനെ മതിയല്ലേ? ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ? ഇപ്പൊ ഞാൻ തല്ലുന്നില്ല. പക്ഷെ 24 മണിക്കൂറിനകം വീട് ഒഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനിയും വരും. എല്ലാത്തിനെയും നേരത്തെ തല്ലും. പോലീസ് അതെ ഏതായാലും വന്ന സ്ഥിതിക്ക് അയൽവക്കാരെ കൂടെ ഒന്ന് വരട്ടെ. ഒറ്റ എണ്ണത്തിന് പോലീസിനെ പേടിയില്ല. പോലീസിനെ പേടിയില്ലാത്തവന്മാര് ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. കോട്ടപ്പള്ളി സുലൈമാനെ ഇടിച്ച് തളവെറ്റിച്ച എസ് ഐ രാജേന്ദ്രനാണ് പറയുന്നത്. 24 മണിക്കൂറിനകം വീടൊഴിയാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ഇവൻ എന്റെ ക്ലാസ്മേറ്റ് ആണ്. ഇവനെ തൊട്ട് കളിച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കയ്യും കെട്ടി നോക്കി നിൽക്കയില്ല. ഓർമ്മയിരിക്കട്ടെ. കേരള ജീപ്പില് എല്ലാവന്മാരെയും അടുത്ത പ്രാവശ്യം വീണ്ടും ഞാൻ പാഠം പഠിപ്പിക്കും. അല്ലെനിക്ക് പുത്തരിയല്ല, എല്ലാറ്റിനെയും തല്ലും.